മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സ്ഥിതി വീണ്ടും മാറിമറിയുകയാണ്. അത്യന്തം നാടകീയ നീക്കങ്ങളിലേക്കാണ് മഹാരാഷ്ട്ര നീങ്ങുന്നത്. അജിത് പവാറിന്റെ മരണത്തോടെ NCPയിലെ പിളർപ്പ് അവസാനിപ്പിച്ച് പാർട്ടി പൂർണ്ണമായും ശരത് പവാറിന്റെ നേതൃത്വത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിനൊപ്പം ഉദ്ധവ് താക്കറെ വിഭാഗം ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമായി ഐക്യനീക്കം ആരംഭിച്ചതിന്റെ സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മുമ്പ് BJP നടത്തിയിരുന്ന അതേ തന്ത്രം ശിവസേനയെ പിളർത്തി MLA-മാരെ ചതിയിലൂടെ നിയന്ത്രിച്ച് ഭരണം പിടിച്ചെടുത്ത് ഇന്ന് അവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തെളിഞ്ഞു വരികയാണ്. മുമ്പ് BJPയുടെ ചതിയിലൂടെ BJPക്കൊപ്പം ചേർന്ന ഷിൻഡെ വിഭാഗം ഇപ്പോൾ ശിവസേനയെ ഒറ്റക്കെട്ടാക്കാനുള്ള ഒരു നീക്കം സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ നീക്കം വിജയിച്ചാൽ BJP സഖ്യത്തിന് ഭരണം നിലനിർത്താൻ വേണ്ട അംഗബലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും. നിലവിലെ നിയമസഭാ കണക്കുകൾ പ്രകാരം ശിവസേന ഒറ്റക്കെട്ടായി മാറുകയാണെങ്കിൽ അവർക്ക് ഏതാണ്ട് 77 സീറ്റുകൾ ലഭിക്കും. NCP ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി വന്നാൽ 50 സീറ്റുകൾ ഉണ്ടാകും. കോൺഗ്രസ് 16 സീറ്റ്, CPIM-ന് 1 സീറ്റ്. അങ്ങനെ വരികയാണെങ്കിൽ ആകെ 145 എന്ന കേവല ഭൂരിപക്ഷത്തിലെത്തി നിൽക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. ഭരണം ഉറപ്പാക്കാനാവശ്യമായ മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 145 ആണ്. ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ ഭരണം അവിടെ BJPക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. 2019-20 കാലഘട്ടത്തിൽ BJP ശിവസേനയെ പിളർത്തി ഷിൻഡെയെ മുന്നിൽ നിർത്തി അധികാരം പിടിച്ചതും ഉദ്ധവ് താക്കറെ വിഭാഗത്തെ ഒറ്റപ്പെടുത്തുകയും MLA-മാരെ വിലയ്ക്ക് വാങ്ങിയതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ തന്ത്രം ഇന്ന് BJPക്കെതിരായി പ്രയോഗിക്കുവാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന് വലിയൊരു സുവർണാവസരം വന്നിരിക്കുകയാണ്. അതിനെ മറികടക്കാൻ ഇപ്പോൾ മറ്റൊരു നീക്കം NDA നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അജിത് പവാറിന്റെ ഭാര്യയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ശരത് പവാറിനൊപ്പം പോകാൻ തയ്യാറെടുക്കുന്ന NCPയെ തങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ BJP മഹാരാഷ്ട്രയിൽ പയറ്റാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല സുപ്രിയ സുലെയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകി ശരത് പവാറിനെ കൂടെ കൂട്ടാനും ശ്രമം നടക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾ പൊളിക്കാൻ ഇപ്പോൾ സഞ്ജയ് റാവത്താണ് മുന്നിട്ട് നിൽക്കുന്നത്. ഷിൻഡെയെ ഒതുക്കുവാനുള്ള നീക്കങ്ങളും പരസ്യമായതോടെ എങ്ങനെയെങ്കിലും ഉദ്ധവ് പക്ഷത്തേക്ക് ഷിൻഡെയെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം തകൃതിയായി നടക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനമാണ് ഷിൻഡെയ്ക്കുള്ള ഓഫർ. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാവും മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.